ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള 1,00,000-ഓളം വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി പൊന്നാനി സ്വദേശി ഉൾപ്പെടെ 10 പേർ അറസ്റ്റിൽ. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസിന് അന്വേഷണത്തിന്റെ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പോത്തന്നൂർ സ്വദേശി മൂച്ചിക്കൽ വീട്ടിൽ ഇർഷാദിനെ ദിവസങ്ങളോളം രഹസ്യ നിരീക്ഷണത്തിലാക്കി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ പൊളിഞ്ഞത് വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയുടെ സാമ്രാജ്യം. ഇർഷാദ് നടത്തിവരുന്ന പൊന്നാനി ചമ്പ്രവട്ടം ജംഗ്ഷനിലെ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ കൊറിയർ വഴി വിതരണത്തിനായി എത്തിയ സംസ്ഥാനത്തിന് പുറത്തുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ 100ഓളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും പോലീസ് പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് ഇർഷാദിനെയും വിതരണത്തിനായി വേണ്ട സഹായങ്ങൾ നൽകിയ പുറത്തൂർ നമ്പ്യാരത്ത് വീട്ടിൽ രാഹുലിനെയും തിരൂർ പയ്യരങ്ങാടി ചാലുപറമ്പിൽ വീട്ടിൽ നിസാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മാർക്ക് ലിസ്റ്റുകൾ, കോൺടാക്ട് സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, വിവിധ പ്രൊഫഷണൽ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ, റെക്കമെൻഡേഷൻ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവയാണ് ഇവരിൽ നിന്നും കണ്ടെത്തിയത്. കഴിഞ്ഞ നവംബർ 11-ാം തീയതി പൊന്നാനി പോലീസ് പിടികൂടിയ പ്രതികളെ പൊന്നാനി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. 3 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം നെടുമങ്ങാട് മണക്കോട് സ്വദേശിയായ ജസീം മൻസിലിൽ ജസീമാണ് സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചു തരുന്നതെന്ന വിവരം പോലീസിന് ലഭിച്ചത്. ഇർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം മനസ്സിലാക്കിയ ജസീം കോട്ടയം, തെങ്കാശി എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയും തുടർന്ന് ബാംഗ്ലൂരിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. വിപുലമായ അന്വേഷണങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിലെ ഒളിസങ്കേതത്തിൽ നിന്നും പൊന്നാനി പോലീസ് ജസീമിനെ പിടികൂടി. ചോദ്യം ചെയ്തതിൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്നത് സംഘത്തലവനായ ഡാനി എന്ന ആളാണെന്ന് സൂചന ലഭിച്ചു. എന്നാൽ വാടക അക്കൗണ്ടുകളും വാടക സിം കാർഡുകളും ഉപയോഗിച്ച് തന്നിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടി ഡാനി ആർക്കും തന്റെ യഥാർത്ഥ ചിത്രമോ മേൽവിലാസമോ നൽകിയിരുന്നില്ല. മറ്റു പ്രതികളിൽ നിന്നും ഡാനി മലയാളിയാണെന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു. തുടർന്ന് അന്വേഷണ സംഘം ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലുമെത്തി കൊറിയർ സർവീസുകളും ബാങ്ക് അക്കൗണ്ടുകളും ദിവസങ്ങളോളം നിരീക്ഷിച്ചതിൽ തമിഴ്നാട് പൊള്ളാച്ചിയിൽ വീട് വാടകയ്ക്കെടുത്ത് തമിഴ്നാട് സ്വദേശികളായ ആളുകളെ ഉപയോഗിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റിംഗ് പ്രസ് നടത്തുന്ന വിവരം പോലീസ് കണ്ടെത്തി. പോലീസ് പ്രസ്സിൽ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകൾ പ്രിന്റിംഗ് നടക്കുകയായിരുന്നു. പൊള്ളാച്ചിയിലെ വാടക വീട് റെയ്ഡ് ചെയ്തതിൽ നിന്നും കെട്ടുകണക്കിന് മാർക്ക് ലിസ്റ്റുകൾ, സർട്ടിഫിക്കറ്റുകൾ എന്നിവ പ്രിന്റ് ചെയ്ത് വിപണിയിലേക്ക് നൽകാനായി തയ്യാറാക്കി വെച്ചത് ശിവകാശിയിലെത്തി പൊന്നാനി പോലീസ് പിടിച്ചെടുത്തു. 1,00,000-ലധികം വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രയോടുകൂടിയ സർട്ടിഫിക്കറ്റ് പേപ്പറുകളും വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഹോളോഗ്രാം സീലുകളും വൈസ് ചാൻസലർ സീലുകളും അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടറുകളും പ്രിന്ററും പോലീസ് റെയ്ഡിനിടയിൽ പിടിച്ചെടുത്തു. ഇർഷാദിനെ, പൊന്നാനിക്കാരനായിട്ടുള്ള ഒരു ഇർഷാദിനെ നമ്മൾ അറസ്റ്റ് ചെയ്തു. അയാളോടൊപ്പം തന്നെ ഒരു നിസാർ, മറ്റ് 2 പേരെയും കൂടി നമ്മൾ അതിനകത്ത് കസ്റ്റഡിയിലെടുത്തു. അവരിലുള്ള അന്വേഷണത്തിൽ നിന്ന് വെളിവായത് ഇത് ഒരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിൽ നിന്ന് അവർക്ക് കിട്ടുന്നതാണെന്നും അത് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തെന്ന അല്ല എന്നുള്ളതും മനസ്സിലായി. തുടർന്ന് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. തിരൂർ DYSP ജോൺസന്റെയും ഇൻസ്പെക്ടർ അഷ്റഫിൻ്റെയും നേതൃത്വത്തിൽ പൊന്നാനി SI, പൊന്നാനി, തിരൂർ, മറ്റ് പോലീസ് സ്റ്റേഷനുകളിലെ വിവിധങ്ങളായിട്ടുള്ള സ്ക്വാഡ് അംഗങ്ങളെയും കൂടാതെ സൈബർ സെല്ല് പോലീസ് ഉദ്യോഗസ്ഥരെയും എല്ലാം ഉൾപ്പെടുത്തിയൊരു വിശദമായിട്ടുള്ള അന്വേഷണത്തിനായിട്ട് നമ്മൾ ഒരുക്കി. അതിൻ്റെ ഭാഗമായിട്ട് ഈ അന്വേഷണത്തിൻ്റെ നടപടികളിൽ ഇത് തിരുവനന്തപുരത്തുള്ള ഒരു ജസീം എന്നുള്ളൊരു ആളാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ജസീമിലേക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരുവനന്തപുരം ചെല്ലുമ്പോൾ ജസീമിനെ പിടിക്കാൻ അന്ന് കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസീമിൻ്റെ ഡ്രൈവറെയും മറ്റ് കൂട്ടാളികളെയും എല്ലാം അറസ്റ്റ് ചെയ്തു. തുടർന്ന് അന്വേഷണം തുടർന്നപ്പോൾ അവിടെയും വിവിധ ഏജൻസികൾ മുഖാന്തരവും വിവിധ വ്യക്തികൾ മുഖാന്തരവും ഇങ്ങനെ ലാർജ് സ്കെയിൽ സപ്ലൈ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും തന്നെ 22ഓളം യൂണിവേഴ്സിറ്റികളുടെ തെക്കൻ ഇന്ത്യയിലുള്ള 22ഓളം യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റ്സ് ഉള്ളതായിട്ട് മനസ്സിലായി. തുടർന്ന് ജസീമിൻ്റെ ട്രെയിനിൽ നമ്മുടെ ടീം കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർ പുറപ്പെട്ടു. ബാംഗ്ലൂരിൽ പോയി. അതിന് കാരണം ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഡിസ്പാച്ച് ചെയ്ത് വന്നിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ബാംഗ്ലൂരിലത്തെ അന്വേഷണത്തിനകത്ത് നിന്ന് മനസ്സിലാക്കിയത് ഈ പ്രിന്റിംഗ് എല്ലാം നടക്കുന്നത് തമിഴ്നാട് സംസ്ഥാനത്തെ ശിവകാശി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അതിനെ തുടർന്ന് വളരെ ക്ലാൻഡസ്റ്റൈനായിട്ട് വളരെ രഹസ്യാത്മകമായിട്ടുള്ള
ഒരു ഓപ്പറേഷനിൽ കൂടെ പൊന്നാനി SI ടീമും ശിവകാശിയിലെത്തി അവിടുത്തെ ലോക്കൽ പോലീസിൻ്റെയും കൂടി സപ്പോർട്ടോടു കൂടി ഇതിൻ്റെ ഒരു കേന്ദ്രം ബസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ ഒരു ഫോഴ്സ് സർട്ടിഫിക്കറ്റ് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിനെ പൂർണ്ണമായിട്ടും വിളിച്ചത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്ന പോലെ ആയിരക്കണക്കിന്, ഏതാണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് തന്നെ മോർ ദാൻ 80,000 ഡ്രാഫ്റ്റ് സർട്ടിഫിക്കറ്റുകൾ. അത് പ്രിന്റ് ചെയ്തതും പ്രിന്റ് ചെയ്യാത്തതാണ് ഇന്നിവിടെ നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് അവിടെ സീസ് ചെയ്തത്. അവിടെ നിന്ന് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, മൾട്ടി ഫങ്ഷൻ പ്രിന്റേഴ്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സീലുകൾ, ഹോളോഗ്രാമുകൾ, അങ്ങനെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് അവിടെ ഒരു വീട് പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടി. അവിടെ നിന്ന് തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ഒരു ജൈനലാർജൻ, ഒരു വെങ്കടേഷ്, ഒരു അരവിന്ദ്, ഈ 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് അവരിന്നിപ്പോൾ നമ്മൾ തമിഴ്നാട് പോലീസിൻ്റെ കൂടി സഹായത്തോടുകൂടി കസ്റ്റഡി എടുത്ത് ഇവിടെ ഹാജരാക്കുന്നുണ്ട്. ഇവരിൽ നിന്നെല്ലാം മനസ്സിലായത് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ പോയിന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഐഡന്റിറ്റി ആർക്കും അറിയാത്ത ഒരു വ്യക്തിയാണ് ഇത് മൊത്തം ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വേഗമായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് ആര് എന്നുള്ളതിനകത്ത് ഉത്തരമുള്ളത് ഡാനി എന്നുള്ളൊരു പേര് മാത്രമാണ്. ഈ ഡാനി എന്നുള്ള ഒരു വളരെ രഹസ്യാത്മകത സ്വന്തം ഐഡന്റിറ്റിയിൽ സൂക്ഷിക്കുന്ന വ്യക്തി അവരുടെ മലയാളിയാണോ ഏത് നാട്ടുകാരനാണെന്നുള്ളതും നമുക്ക് ആദ്യം പിടികിട്ടിയില്ല. പിന്നീട് അതിൻ്റെ അന്വേഷണത്തിൽ നിന്ന് അത് മനസ്സിലായത് മലപ്പുറം ജില്ലയിലെ തന്നെ താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ധനേഷാണ് ഈ ഡാനി എന്നുള്ളത് വ്യക്തമായി. അതേ തുടർന്ന് നമ്മൾ ധനേഷിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ 2013 സമാനമായിട്ടുള്ള ഒരു ഫോഴ്സ് സർട്ടിഫിക്കറ്റ് സപ്ലൈ ചെയ്തിട്ടുള്ള കേസ് അയാൾക്കെതിരെയുണ്ട്. അയാളെ നമ്മൾ ഏതാണ്ട് ഐഡന്റിഫൈ ചെയ്തു എന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെ ഞാൻ രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് കോഴിക്കോട് പോലീസിൻ്റെയും കൂടി കുന്നമംഗലം പോലീസിൻ്റെയും കൂടി സഹായത്തോടു കൂടി നമ്മൾ ഞാൻ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതൊരു പരിപൂർണ നെറ്റ്വർക്കായിട്ട് ഡാനിയും ജസീമും അത്തരത്തിലുള്ള ഇടനിലക്കാരുമായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്ന പോലെ ഇതിൻ്റെ ആവശ്യക്കാർ ഇവരെ സമീപിക്കുമ്പോൾ എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോഴ്സിൻ്റെ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് പാക്കറ്റായിട്ടൊക്കെയാണ് ഇവർ ഓരോരുത്തർക്കും കൊടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാം. അത്ര ഭീകരമായിട്ടുള്ളൊരു ഒരു ക്രൈമാണ് ഇതിൽ കൂടെ ഒക്കെ നടന്നിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും രീതിയിൽ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസിനോ മറ്റോ ഇതിൻ്റെ കൊണയൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കും. ആസ് ഓഫ് നോ നമുക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് ഇല്ലെന്നല്ല നമ്മൾ പറയുന്നത്. നിലവിൽ പറയാനുള്ളത് വിശദമായിട്ട് കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ഇവരെല്ലാവരും കസ്റ്റഡിയിൽ എടുത്ത് മേൽപ്പറഞ്ഞ സാധനങ്ങളെല്ലാം കൊണ്ടുപോകേണ്ടതുണ്ട്. അത് തന്നെയായാലും അത് തീർച്ചയായിട്ടും അന്വേഷിക്കും. ആക്ച്വലി നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഒരു ഈ അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആൾക്കാർ ഇവരെ പല പല ഏജന്റുകൾ മുഖാന്തരം ബന്ധപ്പെടുന്നു. ഏത് കോഴ്സാണെന്നുള്ളതും അവരുടെ പേരും ഡേറ്റ് ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുന്നു. യൂണിവേഴ്സിറ്റി പറയുന്നു, ഇവരത് അടിച്ചു തരുന്നു. സോ ശരിക്കും പറഞ്ഞാൽ ഒരു DTP സെന്ററിന്റെ തലത്തിലേക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. മാർക്ക് ലിസ്റ്റുകളടക്കം പല റേറ്റുകളിലായിട്ടാണ് ഇവർ വാങ്ങുന്നത്. ബട്ട് നമ്മളത് ഒന്ന് ടാബുലേറ്റ് ചെയ്ത് വരികയാണ്. ഓരോ കോഴ്സിനും 10,000 മുതൽ 1,50,000 വരെ അതൊരു കോഴ്സിനനുസരിച്ചാണ്. പൊന്നാനിയിൽ ഇർഷാദ് എന്ന പ്രതിയിൽ അന്വേഷണം തുടങ്ങിയ കേസിൽ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ജില്ലകളിലുമായി 1 മാസത്തോളം നീണ്ട ശ്രമകരമായ അന്വേഷണങ്ങൾക്കൊടുവിലാണ് സംഘത്തലവൻ ഡാനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ധനേഷ് ഉൾപ്പെടെയുള്ള പ്രതികളെയും പ്രിന്റിംഗ് ഉപകരണങ്ങളും സ്ഥാപനങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറിയവരെ കുറിച്ചും വിശദമായി പോലീസ് അന്വേഷണം നടത്തും. ധനേഷ് ധർമ്മൻ, ജസീം എസ്, ഇർഷാദ്, അബ്ദുൽ നിസാർ, രാഹുൽ, ഷെഫീഖ്, രതീഷ്, ജൈനുൽ ആബിദീൻ, അരവിന്ദ് കുമാർ, വെങ്കിടേഷ് എന്നിവരാണ് അറസ്റ്റിലായത്.